രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. 6 എണിച്ചിട്ടില്ല വീട്ടിൽ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പണിക്കൊന്നും പോയിട്ടില്ല. ഡ്രസ്സ് വാഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നു അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സും അങ്ങനെ ഓഫീസ് ഡ്രസ്സ് കഴുകാനും അത് ഹാൻഡ് വാഷൊക്കെയാണ്. അപ്പോൾ കുട്ടികൾ എനിക്കിന് മുമ്പാണ് അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ അവർ എല്ലാം നശിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഡ്രസ്സ് വാഷിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് ഈസിയാണെന്ന് എന്താ പറഞ്ഞാൽ അപ്പം രാത്രി അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ എനിക്കനുസരിച്ച് ചുട്ട് വെക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ തിരുമ്പിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം പോലെ ചുരുട്ടി ഉണ്ടാക്കണം വിചാരിച്ചു. പക്ഷേ അത് ഉണങ്ങിപ്പോവും. ഞങ്ങൾ റെഡിയാക്കി വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരാൾ എണിച്ച് വന്ന രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നടക്കില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഞങ്ങൾ തട്ടിൽ കുട്ടി ദോശ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതിന് എന്തോ പറയും, തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ്. അപ്പം വെള്ളപ്പ മാവാണ്. ബട്ട് തട്ടിൽ കുട്ടി ദോശ ഉണ്ടാക്കുന്ന പോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കും. ഇത് കാസറോളിൽ അടിച്ച് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ ഇരിക്കും. പിന്നെ ഇതിലേക്ക് കറി ഇന്നലെ ഞാൻ പുട്ടും കടലയായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ആ കറി എടുക്കും. കറിയും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സമയം വൈകും. പിന്നെ ഇന്ന് ഞാൻ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്താ പറഞ്ഞാൽ സമയമെടുക്കും. അത് ഉള്ളിയും ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ പിന്നെ നടക്കൂല. അപ്പോൾ ഇങ്ങനെ തന്നെ എല്ലാ ദിവസവും ഇതെടുത്ത് ഇപ്പോൾ 2 മെമ്പർ കൂടുതലല്ലേ, അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചോട്ടോ. അത് വീട്ടിൽ നിന്ന് എടുക്കാൻ നിന്നില്ല. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ്. ഞാൻ വരുമ്പോൾ ഒരു 12 ലിറ്റേഴ്സൊക്കെ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ബ്രദേഴ്സ് വരുമ്പോൾ ഒരു 8 ലിറ്ററൊക്കെ കൊണ്ടുവന്ന്. അത്യാവശ്യം വെളിച്ചെണ്ണ ഉണ്ട്. ഇപ്പോൾ 4 എൻ്റെ അയലാപ്പ് വരും. ഒരു 5 ദിവസം ഞങ്ങളിപ്പോൾ ഉണ്ടാവും. അപ്പോൾ എല്ലാപ്പം വരുമ്പോൾ എണ്ണ കൊണ്ടുവരും. അപ്പോൾ ഈ കൊല്ലം ഞങ്ങൾ എണ്ണയിൽ മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നതായിരിക്കും. അതായത് വെളിച്ചെണ്ണ. ഞങ്ങൾ സൺഫ്ലവർ ഓയിലൊന്നും അങ്ങനെ യൂസ് ചെയ്യൂല. ഈ കൊല്ലത്തേക്ക് ഇനി അടുത്ത കൊല്ലാകുമ്പോൾ ഞങ്ങൾ വീണ്ടും നാട്ടിൽ പോവില്ല. അപ്പോൾ കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിക്ക് ഉള്ളിയാണ് ഫ്രൈ ചെയ്യാൻ എണ്ണ തണുപ്പായതുകൊണ്ട് കട്ടിയായിട്ടുണ്ട്. ഒക്കെ ഞാനങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കട്ടിയായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ വിചാരിച്ചു. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അതായത് ഞങ്ങൾ ഫ്രൈ ഓണിയനും ഇതിലെണ്ണ ഫ്രൈ ചെയ്യുള്ളൂ, അതുപോലെ ചിക്കനും ഇതിലെണ്ണ ഫ്രൈ ചെയ്യുള്ളൂ. എണ്ണ വേസ്റ്റ് ചെയ്യേണ്ട വെച്ചിട്ട്, വെളിച്ചെണ്ണ അല്ല, അങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 4 കപ്പ് അരിയും 1.5 കിലോ ചിക്കനുമാണ് എടുത്തത്. 4 കപ്പ് അരി പറയുമ്പോൾ ഞങ്ങൾക്ക് 4 ഉള്ളി ഇങ്ങനെ സ്ലൈസ് ചെയ്തത് വേണം. മീഡിയം സൈസിലുള്ള ഉള്ളി, ചെറിയ ഉള്ളിയാണെങ്കിൽ 5 എടുക്കാം. പിന്നെ 1 ഉള്ളി കൂടുതൽ എടുക്കണം. അത് ഞങ്ങൾക്കൊന്ന് ഗാർണിഷിന്, പിന്നെ ചോറുക്കും കുറച്ച് ഫ്രൈഡ് ഓണിയൻ ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ കൂടി ഞാൻ 5 ഉള്ളിയാണ് എടുത്തത്, മീഡിയം സൈസിലുള്ള ഉള്ളി. 5 ഉള്ളി വരുമ്പോൾ ഒരു 400 ഗ്രാമൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ, ഗ്രാമിൽ നോക്കുമ്പോൾ. അത് നല്ലോണം ഒന്ന് നമ്മൾ ബിസ്ത ഉണ്ടാക്കില്ല, ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ ഉള്ളിയും കുറച്ച് ബാച്ചായിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും. കാരണം ഞാൻ എണ്ണ കുറച്ചല്ലേ ഒഴിച്ചിട്ടുള്ളൂ. ഈ എണ്ണ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനും ഉള്ളി ഫ്രൈ ചെയ്യാനും പിന്നെ ബിരിയാണി മസാല ഉണ്ടാക്കാനും ഇതിനൊക്കെ ഇത്ര എണ്ണ എടുക്കണുള്ളൂ. ഇതൊരു 3-4 സ്പൂണ്, വലിയ സ്പൂണിൽ 3-4 സ്പൂൺ എണ്ണ ഉണ്ടാവും. ഇത് നമുക്ക് മൊത്തത്തിൽ ഇത്ര എണ്ണ വേണം. ഞാൻ പിന്നെ ബിരിയാണി കുറേ നെയ്യൊന്നും ഒഴിച്ച് ഉണ്ടാക്കൂല. പിന്നെ ഇത് സൺഫ്ലവർ ഓയിലും നമുക്ക് ഉണ്ടാക്കാം. ബട്ട് ഇതിൻ്റെ എക്സാക്ട്ലി ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഞങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യണം. അപ്പോൾ ഉള്ളി ഞാൻ ഒറ്റ ബാച്ച് കാണിച്ചിട്ടുള്ളൂ. ഇതൊരു 5-6 ബാച്ച് വന്നിട്ട് ഇട്ടെടുക്കാൻ. അതിനുശേഷം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ എടുക്കുകയാണ്. ചിക്കൻ ഞാൻ ഇന്നലെ രാത്രി തന്നെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടാലും മനസ്സിലാവും. മാരിനേഷൻ ഒന്നുമില്ല, സാധാ മാരിനേഷനാണ്. അതായത് ഞങ്ങൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ചൊന്ന് ജീരകപ്പൊടി, പെരുംജീരകപ്പൊടി എൻ്റെ മല്ലിപ്പൊടിയിൽ തന്നെ ഉണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, ഉപ്പ്, തൈര്, ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്. പിന്നെ പൊരിക്കുന്ന നേരത്ത് കുറച്ചൊന്ന് കോൺഫ്ലവർ ആഡ് ചെയ്താൽ മതി. കുറച്ച് 1 സ്പൂൺ മതി. അത് ഞങ്ങളെ കോട്ടിങ് വിട്ടു പോവാതിരിക്കാൻ വേണ്ടി മാത്രം. അതും ബാച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു. വെള്ളം തളിച്ച് കഴിയുമ്പോൾ അതിലേക്ക് 1 പിടി ഫ്രൈഡ് ഓണിയൻ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ റൈസ് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഹോൾ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഞാൻ ഇന്ന് ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഫുഡ്. ഞങ്ങൾക്കിത് ഗീ റൈസിൽ ഉണ്ടാക്കുമ്പോഴാണ് യഥാർത്ഥ ടേസ്റ്റ്. ഇപ്പം ഞാൻ ഇട്ടു, വീഡിയോ സ്കിപ്പായിപ്പോയി. ഞങ്ങളെ നെയ്ച്ചോറുണ്ടാക്കുന്ന അരിയിൽ ആവണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. നെയ്ച്ചോറുണ്ടാക്കുന്ന നല്ലത് ഊറ്റിയെടുത്താൽ മതി, അതാണ് നല്ല ടേസ്റ്റ്. ഇപ്പോൾ ഞാൻ ചോറ് ഊറ്റിയെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എണ്ണ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ
പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കറ്റി പിടിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾ ചിക്കൻ്റെ ഇത് ഇരുമ്പ് പാത്രം ആയതുകൊണ്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യും. അത് കുഴപ്പമില്ല. ആ എണ്ണയ്ക്ക് തന്നെ ഞാൻ ഒരു 2 വലിയ തക്കാളി, അതാണ് ഇതിനൊക്കെ കൂടുതൽ മസാല വേണ്ട. മസാല ആവശ്യമുള്ളവർ കുറച്ചുകൂടി തക്കാളി എടുത്താൽ മതി കേട്ടോ. കുറച്ച് മസാല മതി, ഇവിടെ ആർക്കും അങ്ങനെ മസാല ഇഷ്ടമല്ല. എന്നിട്ട് 2 തക്കാളി എടുത്തിട്ട് ഒന്ന് കറക്റ്റ് കുറച്ച് മുകളിൽ വരുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എന്താ, ഞങ്ങളെ ഉള്ളി ഒരു ഫ്ലേവറും ചിക്കൻ ഫ്രൈ ചെയ്ത ഫ്ലേവറൊക്കെ ഇതിലുണ്ട്, ആ എണ്ണയും ഉണ്ട്. അതിന് കുറച്ച് ഉപ്പ് ഇടുക, തക്കാളിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടുക. അതായത് ചോറിൽ ഉപ്പുണ്ട്, ചിക്കൻ ഫ്രൈയിൽ ഉപ്പുണ്ട്. ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ക്രഷ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. കുറേയൊന്നും വേണ്ട, കാരണം ഞങ്ങൾ ചിക്കനിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ട്, അത്യാവശ്യം സ്പൈസൊക്കെ ഉണ്ട് ചിക്കനിൽ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിച്ചതും ഇതിലുണ്ടാവും. പിന്നെ ഞങ്ങൾ എണ്ണയിൽ ഫ്ലേവറും ഉണ്ട്, അത് വെളിച്ചെണ്ണയിൽ ഫ്ലേവറും ഉണ്ട്. കുറച്ച് വേണം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആക്ച്വലി എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു. ഞാൻ ഇന്നലെ ഗ്രോസറി മേടിക്കാൻ പോയി, പക്ഷേ കറിവേപ്പില മേടിക്കാൻ മറന്നു. അപ്പോൾ ഇനി രാവിലെ അവർ ഷോപ്പിൽ നിന്നൊന്നും പറഞ്ഞേക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. കുറച്ച് കറിവേപ്പില ഇടുന്നതായിരിക്കും കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ്. ഇതിൽ പച്ചമുളകൊന്നും ആഡ് ചെയ്യില്ല, മുളക് പൊടിയാണല്ലോ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു 2 സ്പൂണ് തൈരിട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനൊക്കെ ഇട്ട് കൊടുക്കുക. പുതിന കുറച്ച് മതി, കുറേ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ഫ്ലേവറിന് മാത്രം. കുറേ പുതിന ഇട്ടാൽ ഞങ്ങൾക്ക് ബിരിയാണി കഴിക്കുമ്പോൾ ഒരു മത്ത് തോന്നും, കാരണം പുതിനയുടെ ഫ്ലേവർ നല്ല ഫ്ലേവർ ആയതുകൊണ്ട് ഒരു മത്ത് തോന്നും. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. വേറെ ഒരു മസാല ഇടില്ല, കാരണം ചിക്കനിൽ എല്ലാതും ഉണ്ട്. അത് പിന്നെ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കുത്ത് വരും. പറഞ്ഞാൽ ഞങ്ങൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഗരം മസാല ഇടണല്ലേ ഉള്ളൂ. അപ്പോൾ ബാക്കി 1 സ്പൂണ് മസാലയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ചിക്കൻ ഫ്രൈ മാരിനേഷൻക്ക് കൂടുതൽ ഗരം മസാല ഇടുകയാണെങ്കിൽ ഇതിൽ ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഞങ്ങൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞങ്ങൾക്ക് ഫ്രൈ ചെയ്ത ഓണിയൻ ഇടാനുണ്ട്. ഓണിയൻ ഞങ്ങൾ ചിക്കൻ ഇടുന്ന മുമ്പ് മസാലയ്ക്കിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ല, പിന്നെ ചിക്കൻ മിക്സ് ചെയ്ത ശേഷം ഇട്ടാലും കുഴപ്പമില്ല, എങ്ങനെയും പറ്റും കേട്ടോ. ടേസ്റ്റൊക്കെ ചെക്ക് ചെയ്യുക, ഉപ്പ് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഞങ്ങൾ റെഡിയാക്കി വെച്ച ഉള്ളി ഒന്ന് ക്രഷ് ചെയ്ത് കണ്ട് ഇട്ട് കൊടുക്കുക. നല്ല ഒന്ന് കയ്യിൽ പൊടിച്ചാൽ മതി, പൊടിഞ്ഞു പോവും. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇതിങ്ങനെ വേവിക്കാനൊന്നുമില്ല. മെയിൻ പണി ഞങ്ങൾക്ക് തക്കാളി ഒന്ന് വെന്തിട്ടാൽ മതി, അത് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഈ ഒരു കടായിൽ തന്നെ ഞാൻ എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ്റെ ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ടാവും ഇതിൽ. പാത്രം മാറ്റാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് വലിയ പാത്രയിൽ തന്നെ വെക്കുകയാണെങ്കിൽ നല്ലത്. അത് സ്പെഷ്യലി ഞങ്ങൾ ഇരുമ്പ് പാത്രമൊക്കെ ആകുമ്പോൾ നല്ലതാണ്. നോൺ സ്റ്റിക്ക് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കുക. കുറുള്ള നാരങ്ങ ആണെങ്കിൽ ഡയറക്റ്റ് നാരങ്ങ ഇങ്ങനെ പിയാൻ പാടില്ല. എൻ്റെ നാരങ്ങ UAE ആണ്, അപ്പോൾ അതിൽ കുറുവില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് വലിയ പാത്രം, ദമ്മിടാനുള്ള പാത്രം എടുക്കുക. അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ച് 2 സ്പൂൺ എടുത്ത് വെച്ചിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞങ്ങൾ റെഡിയാക്കി വെച്ച മസാല, ഇരുമ്പ് പാത്രം ഒറ്റയ്ക്ക് കൊട്ടിയിടാൻ വയ്യ, നല്ല വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇടുന്നത്. എന്നിട്ട് എല്ലാം ഇട്ട ശേഷം ആ ഇരുമ്പ് പാത്രത്തിൽ ഞങ്ങൾ മസാല ഉണ്ടാവുമല്ലോ, അതിലേക്ക് ഒരു 3-4 സ്പൂണ് കയ്യിൽ 3-4 കയ്യിൽ ചോറ് ഇട്ടിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ചോറ് ഞങ്ങൾ ബിരിയാണി മസാലയൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞാൽ ഞങ്ങൾ ബിരിയാണി അടിക്ക് ഇറച്ചിട്ടാലും അങ്ങനെ അടിക്ക് പിടിക്കില്ല. രണ്ടാമത് മസാല എടുക്കുമ്പോൾ നല്ല ചോറോട് കൂടി മസാല ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ കല്യാണ വീട്ടിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി, അതിൻ്റെ മസാല ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അത് എല്ലാവരും ഒന്ന് അങ്ങനെ ട്രൈ ചെയ്താൽ മതി. എന്നിട്ട് ചോറ് 2 ബാച്ചായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ആദ്യത്തെ ബാച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇടുക. എന്നിട്ട് മല്ലിയില, റെഡിയാക്കി വെച്ച ഫ്രൈഡ് ഓണിയനൊക്കെ ഇട്ട് കൊടുക്കുക. കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇന്ന് ഞാൻ കാഷ്യൂനട്ട് ഫ്രൈ ചെയ്താൽ മറന്നു, പിന്നെ മടിയായി എല്ലാം കഴിയുമ്പോൾ വീണ്ടും ചൂടാക്കിയിട്ടൊക്കെ ഇടണ്ടേ. അപ്പോൾ ഇന്ന് കാഷ്യൂനട്ട് വേണ്ട വെച്ചു, ഗസ്റ്റൊന്നും ഇല്ലല്ലോ, നമ്മൾ മാത്രമല്ലേ. അപ്പോൾ ഇത് സെക്കൻഡ് ട്രിപ്പ് അങ്ങനെ തന്നെ ചെയ്യാം.
നെയ്യൊക്കെ ഒഴിച്ചെടുക്കുക. ഒരു 2 സ്പൂണൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ബിരിയാണിക്ക് കരയിൽ നെയ്യ് ഒഴിക്കില്ല, മൊത്തത്തിൽ ഒരു 2-3 സ്പൂൺ നെയ്യേ ഒഴിക്കുള്ളൂ. ഞങ്ങൾ ആഴ്ചയിൽ ഇങ്ങനെ ബിരിയാണി കഴിക്കണതല്ലേ, അപ്പോൾ കൂടുതൽ നെയ്യൊന്നും ഒഴിക്കണ്ട വിചാരിച്ചു. എന്നിട്ട് അലുമിനിയം ഫോയിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് അടിയിൽ ഒരു കട്ടിയിലെ പാത്രം വെച്ചു. പാൻ വെച്ചിട്ട് വേണം ഞങ്ങൾ ദമ്മിടാൻ. ഇത് നോൺ സ്റ്റിക്ക് അല്ല, സ്റ്റീൽ പാത്രമാണ്, അതുകൊണ്ടാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വെച്ച് ദം ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ ക്ലീനിങ്ങിന് വന്നു. ക്ലീനിങ്ങിന് വരുമ്പോൾ ഇവിടെ ഭയങ്കര എന്താ പറയുക, ഒരു ചന്ത പോലാക്കി വെച്ചിട്ടുണ്ട്. കാരണം ആദ്യം ഞാൻ ഇവർ കളിച്ച് കഴിഞ്ഞ ഒരു കൊട്ടയിലാണ് ഇടുന്നത്. കൊട്ടയെ പെരക്കി വെച്ച് എൻ്റെ ഊര വേദന വന്നു. അപ്പോൾ ഇപ്പോൾ വിചാരിച്ചു മാറ്റിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. മാറ്റിലിട്ട് ഇങ്ങനെ വെച്ചാൽ ഡെയിലി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ അവിടെ തന്നെ കളിച്ച് അവിടെ തന്നെ ഇടും. ഇല്ലെങ്കിൽ ഒരു ഇവരെ ടോയ്സ് കാണുന്നുമില്ല, ടോയ്സൊക്കെ കേട് വരുത്തുകയാണ്. പെരക്കി ഞാൻ ആരോഗ്യം കെട്ടെന്ന് പറയാം. അപ്പോൾ പിന്നെ ഇങ്ങനെ ആകുമ്പോൾ അവരെല്ലാത്തിലും കളിക്കുകയും ചെയ്യും. അതുപോലെ അവിടെ ഇവിടെ കൊണ്ടുപോയി കളിയൂല, ഇവിടെ തന്നെ ആയിരിക്കും. ഒരു മാറ്റിട്ട് കൊടുത്തതിനാണ് ഇവിടെ തന്നെ ഇരുന്ന് ഇവിടെ തന്നെ കളിക്കും. മാറ്റിൽ അപ്പുറത്ത് ഞാൻ കിളി വെച്ചിട്ടുണ്ട്. അപ്പോൾ കിളി എന്തൊക്കെ ഇവിടെ ഇടും, പിന്നെ ഇവരും എന്തൊക്കെ കൊണ്ടുവന്നിടും. അതുകൊണ്ട് അത് അടിച്ചു വാരി എടുത്തതാണ്. പിന്നെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ദമ്മ് ആവുന്ന സമയം കൊണ്ട്. അതിൻ്റെയൊക്കെ ഒരു പള്ളിക്കൊക്കെ പോയി വന്നു. ഇപ്പോൾ ഒരു 12-15 ആകുമ്പോൾ തന്നെ ഒരു പള്ളിയിൽ പോയി വരും. ഞാൻ പാവം പണിയെടുക്കുക. ഇവിടെ ഉള്ളവരൊക്കെ ആൺകുട്ടികളായതുകൊണ്ട് അവരൊക്കെ എൻജോയ് ചെയ്യുക. ഇതിപ്പോൾ ഒരു എന്താണ് മെൻസ് ഹോസ്റ്റൽ അയക്കണം, 4 എല്ലാപ്പം വരും. അപ്പോൾ പിന്നെ ഹോസ്റ്റൽ തന്നെ ആയി. ഞാൻ വരുമ്പോൾ പിന്നെ സെബി നല്ലൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. റൂമൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത്, ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു മടുക്കാൻ. അപ്പോൾ മടിക്കൊക്കെ വെച്ചിട്ട് എനിക്ക് നല്ല മടിയാണ് ഡ്രസ്സ് മടുക്കാൻ. എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് മടുക്കും. അപ്പോൾ സെബിക്കൊന്ന് പാവം തോന്നിയിട്ടുണ്ടാവും, മടുക്കി വെച്ചു. കണ്ടില്ലേ, ആദ്യം ഞാൻ ഹാളിലായിരുന്നു ഇവരെ സൈക്കിളൊക്കെ വെക്കുന്നത്. ഇപ്പോൾ റൂമിൽ അവിടെ സ്ഥലമില്ല. ബ്രദർ വരുന്ന കൊണ്ട് അവിടെ ബെഡ് ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ആ ബോക്സിലുള്ളത് ബേക്കറിയാണ്, അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. സമയം കിട്ടിയിട്ടില്ല. 2 ദിവസമായിട്ട് നല്ല സുഖമില്ല, തൊണ്ടൊക്കെ വേദനയാണ്. അപ്പം ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. പിന്നെ അസറിന് സ്കെച്ച് ഒന്ന് കിടക്കൊക്കെ ചെയ്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒന്ന് പുറത്ത് പോവാൻ ഇറങ്ങണത്. പുറത്ത് ഇന്ന് തന്നെ ഒന്ന് പോയി വരാൻ വിചാരിച്ചു. കാരണം 4 എലാപ്പനെ രാവിലെ 8:30 എലാപ്പ് വരും. അപ്പോൾ പിന്നെ ദുബായി പോയിട്ട് അപ്പം തന്നെ വരും. അപ്പം ഞങ്ങൾ സാദിയത്ത് ഐലാൻഡ് പോവാണേ. സമയം 5:30 ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ മഗ്‌രിബാവും. പക്ഷെ അവിടെ പോയിട്ട് എന്തൊക്കെ കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കാരണം ഇവിടെ മഗ്‌രിബിന് ശേഷം കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഷട്ട് ഡൗൺ ചെയ്യാറുണ്ട് പൊതുവെ അബുദാബിയിൽ. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ഞങ്ങളിതുവരെ പോയിട്ടില്ല. ഇവിടെ കൊറോണ സമയത്തൊക്കെ കുറേയൊക്കെ പൂട്ടിയിട്ടതായിരുന്നല്ലോ, അപ്പോൾ പോയിട്ടില്ല. നമുക്ക് പോയി നോക്കാം. പോലെ പോലെ നിങ്ങൾ സൈക്കിൾ എടുത്താ എന്നാ വേണ്ട, നടന്നാ മതി. ഇതാണ് ഞങ്ങൾ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള പാലം. ഇതാണ് ഈ ബ്രിഡ്ജ് കിടന്നിട്ടായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 6-7 മന്തായിട്ട് ഈ ബ്രിഡ്ജ് അണ്ടർ കൺസ്ട്രക്ഷനാണ്. അതായത് ദുബായ് അബുദാബി റെയിൽ സർവീസ് ഉണ്ടാവുമെന്ന പറയുന്നത് 2-3 ഇയേഴ്സിൽ. അതിൻ്റെ പണിയായിരുന്നു. അപ്പോൾ കുറേ ചുറ്റിട്ടായിരുന്നു ഞങ്ങൾ ടൗണിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നാണിത് തുറന്ന് തന്നത്. അടുത്ത ആഴ്ച ഞങ്ങളെ ഇവിടെ ഹെറിറ്റേജ് വില്ലേജ് തുടങ്ങും. അത് ഗ്ലോബൽ വില്ലേജ് പോലൊരു സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ നല്ല സന്തോഷമായിരുന്നു. അതിൽ കുറേ കാലം കഴിഞ്ഞ് പാസ്സായതല്ലേ. ഞങ്ങൾ ഈ പ്രാവശ്യം നാട്ടിൽ വന്ന ശേഷം ആ ബ്രിഡ്ജ് പാസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ സാദിയാത്ത് ഐലാൻഡ് വന്ന് എന്നിട്ട് വരുമ്പോൾ സൈക്കിൾ എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ കുറച്ച് നടക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുട്ടികളെ ഇങ്ങനെ ഇടങ്ങാറാവുണ്ട്. അവർക്ക് നമ്മൾ സൈക്കിളിൽ അങ്ങനെ പോകും. ഈ സൈക്കിൾ കൊണ്ട് ഉപകാരം അതാണ്. അങ്ങനെ ഒരു 3 റൗണ്ട് സൈക്കിളുണ്ട് ഇവർക്ക്. ഓരോരോ ഉപകാരമാണ് ഓരോ സൈക്കിൾ കൊണ്ടിട്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ശരിക്കൊരു മഗ്‌രിബൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഒരു നിസ്കരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ രാത്രിയായി. ഇവിടെ മെയിൻലി ഇവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ഒരു ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തോ ആർട്ട് ഫെസ്റ്റ് നടക്കുകയെന്ന് പറഞ്ഞ്. ആർട്ട് ഫെസ്റ്റ് വരുമ്പോൾ പബ്ലിക്കിന് അലൗഡ് അല്ല. ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് ലോക്കൽസ് വരും. അവരെന്തോ ഫെസ്റ്റിവലാണ് എന്തോ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഗാർഡൻ, ഇത് പാർക്കല്ല ഗാർഡനാണ്. ഗാർഡൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ആക്ടിവിറ്റീസും അവിടെ മ്യൂസിയമൊക്കെ ഉണ്ട്, അതൊക്കെ ക്ലോസ് ആണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കുട്ടികൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കളിച്ച്
അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ കുറേ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊന്നും കയറാൻ പറ്റിയില്ല. പിന്നെ ഈ സമയമായതുകൊണ്ട് ഗാർഡൻ ഒന്നും കാണാൻ പറ്റിയില്ല. ചെറിയ കഫേ ഗാർഡനൊക്കെ ഉണ്ട്, അത് ശരിക്കൊന്നും കാണാൻ പറ്റില്ല. അവർ മെയിൻലി ആക്ടിവിറ്റീസൊക്കെ ക്ലോസ്ഡ് അല്ല, അവരോട് എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുക, ആർട്ട് ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ അത് 17 വരെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി പറഞ്ഞവർ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഐക്യ ആ ഒരു ഏരിയയൊക്കെ വിട്ടു. ഞങ്ങൾ യാസ് ഐലാൻഡ് ആ ഭാഗത്ത് വിട്ടു. അപ്പോൾ അവിടെ ചെറിയ എന്തോ ഹസ്ബൻഡൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഏസിന് പോയി. ഞങ്ങൾ ഐക്യ ഭാഗത്തിൽ നിന്നും ഏസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടുത്തെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. നിങ്ങൾക്ക് നല്ല രസമല്ലേ കാണാൻ. ഇതെന്തായാലും ഞങ്ങളെ കൊണ്ട് മേടിക്കാൻ ഒക്കില്ല. ചെറിയ ചെടിക്കൊരു 40 ദിറംസൊക്കെയാണ്. ഈ കല്ലാസും പൂന്ന് വരില്ലേ, അതിനൊക്കെ 49 ദിറംസാണ്. കുറച്ച് വിലയുള്ള ഐറ്റംസാണ്. വില പുറത്തുണ്ടാവില്ല കേട്ടോ, ഇവിടെ ഉള്ളൂ. പിന്നെ ഏസ് പറഞ്ഞ് മെയിൻലി ഔട്ട്ഡോർ ആണ്, അതായത് ഞങ്ങൾ ഗാർഡനിങ്, പിന്നെ അതുപോലെ ഗാർഡനിങ് ഫർണിച്ചർ, പിന്നെ ഞങ്ങളെ മെഷീനറീസാണ്. മെഷീനറീസ് പറയുമ്പോൾ എന്താ എനിക്കങ്ങനെ പറയാനൊന്നും അറിയില്ല കേട്ടോ എന്താ മെഷീനറീസാണ്. അതായത് കുറച്ച് വില കൂടിയൊക്കെ സാധനങ്ങളാണ്. ഇപ്പോൾ മെയിൻലി ഭയങ്കര ഫർണിച്ചറാണ് കേട്ടോ ഇവരെ, കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് കാണില്ലേ, 9,500 ദിറംസ്, ഒരു 2 lakhs വരും, ഒരു 1,90,000 വരും. ഇതെന്തായാലും ഞങ്ങളെ കൊണ്ട് എടുക്കാൻ ഒക്കില്ലല്ലോ. ഈ 2,000 ദിറംസൊക്കെ ഈ ടേബിളിൻ്റെ മാത്രം വിലയാണ്. ഇത് ഫുൾ ഔട്ട്ഡോർ സെറ്റപ്പാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഫർണിച്ചർ മൊത്തം, അത് ഡൈനിങ് ടേബിൾ ആണെങ്കിലും സോഫ ആണെങ്കിലും എന്താണെങ്കിലും ഫുൾ ഔട്ട്ഡോർ ഫർണിച്ചർ ആണ്. ഇത് ഞങ്ങൾ എൻട്രൻസിലുള്ളത് കേട്ടോ. ഉള്ളിൽ പോകുമ്പോൾ ഫുള്ള് ക്രിസ്മസിൻ്റെ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് നവംബറിൽ തന്നെ. ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പറഞ്ഞു തരാൻ ഇവിടുത്തെ സാധനത്തിൻ്റെ പേരൊന്നും സത്യമായിട്ട് എനിക്കറിയില്ല. കണ്ടില്ലേ, നല്ല രസമുള്ള ഫർണിച്ചറാണ്. ഇതൊന്നും നമ്മളെക്കൊണ്ട് മേടിക്കാൻ പറ്റില്ല, ഭയങ്കര വിലയാണ്. ഇത് ഇൻഡോറും അല്ല കേട്ടോ, പിന്നെ ഔട്ട്ഡോറാണ്. പിന്നെ നമുക്കങ്ങനെ ഔട്ട്ഡോർ സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ. കണ്ടില്ലേ, ആ കുട്ടി കിടക്കുന്നതൊക്കെ നല്ല ഭംഗിയല്ലേ. ഇത് നമുക്ക് ഇങ്ങനെ നോക്കിയിട്ടൊക്കെ വെക്കാം. നമ്മളൊക്കെ നാട്ടിൽ വീടുണ്ടാക്കുമ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ പ്ലാനൊക്കെ ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഇരിക്കണ കാണില്ലേ, ഇതിനൊരു 15,000 ദിറംസോളം ഉണ്ട്. അത് പറഞ്ഞാൽ ഒരു 3 ലക്ഷം രൂപ പുറത്തിടുന്ന ഈ സാധനത്തിന്. ബട്ട് 3 ലക്ഷം രൂപ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ മെഷീനറീസ് എന്നൊക്കെ പറഞ്ഞത്. ഈ വെള്ളം സ്പീഡായിട്ട് ഒഴിക്കുന്ന സാധനം, ഡ്രില്ലിങ് മെഷീന്, അങ്ങനെയുള്ളതൊക്കെ, വാക്യൂം ക്ലീനർ, അതിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ ഹസ്ബൻഡിക്ക് ഒന്നും നോക്കാനുണ്ടായിരുന്നു ഒന്ന്, അതുകൊണ്ട് പോയതാണ്. വീട്ടു പണിയൊക്കെ, നാട്ടിൽ വീട് റിനോവേഷൻ നടക്കുന്നുണ്ട് ഹസ്ബൻഡിൻ്റെ വീട്. അപ്പോൾ അതിനെന്തോ നോക്കാൻ പോയതാണ്, മേടിച്ചിട്ടില്ല, നോക്കാൻ പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഐക്യക്ക് വന്ന്, ഐക്യയിലും എനിക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഐക്യയിലൊരു സാധനം മേടിച്ചാൽ അതൊന്നും കേട് വരില്ല, അങ്ങനെ ചെറുതായിട്ടൊക്കെ സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഐക്യയിൽ വന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിച്ചാടി കളിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഐഡിയ ഞാൻ അങ്ങനെ ഇപ്പം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരുന്നില്ല, കാരണം ഇതിനു മുമ്പ് ഞാൻ ഐക്യ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, വെറുപ്പിക്കണില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളെ വീഡിയോസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.